തുളസി. സർഗജാലകത്തിൽ ഇനി ശ്രീജിത്ത് ഇരവിൽ എഴുതിയ കഥ കൺകെട്ട്. അവതരിപ്പിക്കുന്ന അശ്വിനി. ലോകപ്രശസ്ത മായാജാലക്കാരി കാത്രിൻ മൈജിയുമായി വേദി പങ്കിടുന്ന പെൺകുട്ടിയെ ടിവിയിൽ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ. ആ ചടങ്ങ് നടക്കും മുൻപേ വ്യക്തതയ്ക്കായി ചിലതൊക്കെ ഞാൻ പറയാം. കത്തിയേറിലാണ് അമ്മ മരിച്ചത്. അച്ഛന്റെ ഉന്നത്തിൽ നിന്ന് അമ്മ ചെറുതായൊന്ന് അനങ്ങിയിരിക്കണം. അല്ലായിരുന്നുവെങ്കിൽ കഴുത്തോട് ചേർന്ന് തറക്കേണ്ട രണ്ടാമത്തെ കത്തി അമ്മയുടെ ചങ്കിൽ കൊള്ളില്ലായിരുന്നുവല്ലോ. തെരുവ് അഭ്യാസിയാണെന്നും ജീവിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനായി അച്ഛൻ ശ്രമിച്ചില്ല. കണ്ണീര് പൊട്ടിയൊലിക്കുന്ന കണ്ണുകളുമായി എന്നെയും അനിയത്തിയെയും ഒരുമാത്രം നോക്കിയിട്ട് അച്ഛൻ പോയി. ഇരട്ട ജീവപര്യന്തമാണ്. ഇടയ്ക്കൊക്കെ അനിയത്തിയെയും കൂട്ടിയിട്ട് ഞാൻ കാണാൻ പോകാറുണ്ട്. അമ്മ മരിച്ചതിന്റെ കാരണക്കാരനായി അച്ഛനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ എനിക്ക് പ്രായം 14 ആകുന്നതേയുള്ളൂ. അമലയെന്ന എന്റെ അനിയത്തിക്ക് 9. അനങ്ങാതെ നിൽക്കുന്ന ഒരാളുടെ തലയ്ക്ക് പിറകിലെ വൃത്തത്തിലുള്ള പലകയിൽ കത്തിയെറിയാൻ ഞാനും പഠിച്ചിട്ടുണ്ട്. തുടർജീവിതത്തിനായി എന്തു ചെയ്യുമെന്നോർത്തപ്പോൾ ആദ്യം തെളിഞ്ഞതും ആ മാർഗം തന്നെയായിരുന്നു. പക്ഷേ ആരെ എറിയുമെന്ന് ചിന്തിച്ചാലും അവർക്കൊക്കെ അമ്മയുടെ മുഖമാണെന്ന് തോന്നിപ്പോകുന്നു. കൂടെ നിൽക്കാൻ നാഗ്പൂരിലെ തെരുവായ തെരുവൊക്കെ അലഞ്ഞ് കളിപ്പാട്ടം വിൽക്കുന്ന അമ്മയുടെ ചേച്ചി ഏറെ നിർബന്ധിച്ചിരുന്നു. വിടാതെ പിന്തുടരുന്ന ഓർമ്മകളിൽ നിന്നൊരു രക്ഷയെന്ന പോലെ അനിയത്തിയെയും കൂട്ടി ഞാൻ ജബൽപൂരിലേക്ക് പോവുകയായിരുന്നു. മാസങ്ങളോളം തീവണ്ടികളുടെ നടപ്പാത വൃത്തിയാക്കി ഞങ്ങൾ തെണ്ടി ജീവിച്ചു. ഒരിക്കൽ ജബൽപൂരിലെ തെരുവിൽ വെച്ച് ഞാനൊരു പ്രായമുള്ള മേജിക്കുകാരനെ കണ്ടു. ആ മനുഷ്യൻ എന്നെയും ശ്രദ്ധിച്ചിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ പ്രകടനം കഴിഞ്ഞ് കൂട്ടം പിരിഞ്ഞപ്പോൾ മാറി നിൽക്കുന്ന എന്നെ അദ്ദേഹം അടുത്തേക്ക് വിളിക്കില്ലായിരുന്നുവല്ലോ. സാല ദീമാഗ് നഹി ഹെ ബദ്മാഷ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പെണ്ണെന്ന പ്രായത്തിലേക്ക് പോകുന്ന പെങ്ങളെയും കൂട്ടി നാട് തെണ്ടാനിറങ്ങിയ എന്റെ ബുദ്ധിയെ ആ മാജിക്കുകാരൻ കനത്തിൽ കുറ്റപ്പെടുത്തി കൂടിക്കോ എന്നും പറഞ്ഞു. അങ്ങനെ പേരമക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തോടൊപ്പം ഞങ്ങളെയും അദ്ദേഹം ചേർക്കുകയായിരുന്നു. അറിയുന്നവരെല്ലാം തെരുവ് മായാജാലത്തിന്റെ രാജാവായ ആ മനുഷ്യനെ അബൂഭായി എന്നാണ് വിളിച്ചിരുന്നത്. നിലനിൽക്കേണ്ടവരെ ഏതു വിധേനയും നിലനിർത്താനുള്ള ജാലവിദ്യയൊക്കെ ഭൂമിക്കറിയാമെന്ന് തോന്നിപ്പിച്ച ദിവസങ്ങളായിരുന്നു പിന്നീട് ഞാൻ പരിചയപ്പെട്ടത്. അബൂഭായ് അത്രത്തോളം എന്റെ ജീവിതത്തിൽ കലർന്നുപോയി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ലോകം ഒരു കൺകെട്ടാണെന്ന് വരെ തോന്നിപ്പോയി. അപ്രതീക്ഷിതമായി മാറിപ്പോയ ജീവിതത്തെ അത്ഭുതമായേ എനിക്ക് കാണാൻ സാധിച്ചിരുന്നുള്ളൂ. തൊപ്പിയിൽ നിന്ന് പ്രാവിനെയെടുത്ത് കാണികൾക്ക് കൊടുക്കാനും ഞാൻ പഠിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായ പെട്ടിക്കകത്താളെ കയറ്റി അപ്രത്യക്ഷമാക്കുന്നത് പഠിക്കാൻ മാത്രം കുറച്ചു വൈകി. എല്ലാത്തിനും പുറമെ ഞാൻ പരിശീലിച്ചെടുത്തൊരു വിദ്യയുണ്ടായിരുന്നു. കയ്യിലെടുക്കുന്ന ചെറു ചില്ലിക്കമ്പിൽ താനെ ഇലകളും പൂക്കളും വിരിയുന്ന കൈവഴക്കമായിരുന്നു അത്. ഓരോ തവണ ഞാൻ പരിശീലിക്കുമ്പോഴും അമലയും ആയിഷയും കണ്ണിമച്ചിമ്മാതെ നോക്കി നിൽക്കും. സമപ്രായക്കാരായ അവരിപ്പോ എന്നോളം വളർന്നിരിക്കുന്നു. അബൂഭായിയുടെ പേരമോളാണ് ആയിഷ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാളും ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ പരിപാടിയിലൊക്കെ കൂടാറുണ്ട്. അന്ന് എന്റെ ആദ്യ അവസരമായിരുന്നു. ഒരു തെരുവിനെ കയ്യിലെടുക്കാനുള്ള ചെപ്പടി വിദ്യകളുമായി ഞാൻ ആരംഭിച്ചു. ഓരോ ഇനവും കഴിയുമ്പോൾ കയ്യടികൾ കൂടി വരുന്നുണ്ട്. എനിക്ക് ആവേശമായി. അടുത്തതായി ഞാൻ ഉൾത്തിരിഞ്ഞ കൺകെട്ടാണ്. അതിനായി ഞാനൊരു ചെറു ചില്ലിക്കമ്പ് കൈകളിൽ കരുതി. പ്രത്യേകം സജ്ജമാക്കിയ കോട്ടിന്റെ ബലത്തിലാണ് തയ്യാറെടുപ്പ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ കമ്പിൽ ഇലയോ പൂക്കളോ മുളച്ചില്ല. കാണികൾ കൂവി. എത്ര കഴിവുകൾ ഉയർത്തിക്കാണിച്ചാലും താഴെ വീഴാൻ ഒരു കഴിവുകേട് മതിയെന്ന് പഠിച്ച നിമിഷങ്ങളായിരുന്നു പിൻവാങ്ങി. രംഗമൊപ്പിയെടുക്കാൻ ചില ക്യാമറ കണ്ണുകളും ഉണ്ടായിരുന്നു. എന്റെ തോൽവി കണ്ട് ലോകം കൈയടിക്കുമായിരിക്കും. വിഷണ്ണനായി ഞാൻ ഒഴിയുന്ന ആ ഇടത്തിലേക്കാണ് അമല കടന്നു വന്നത്. വിദ്യകൾക്ക് വേണ്ടി ഒരുക്കിയ സാമഗ്രികളുടെ അടുത്ത് അന്നും അനിയത്തിയും ആയിഷയും ഉണ്ടായിരുന്നു. അബൂഭായിയുടെ കൂടെ നിൽക്കുകയായിരുന്നു അവർ. സഹോദരൻ അപമാനിതനായപ്പോൾ ആശ്വസിപ്പിക്കാനായി അടുത്തേക്ക് വരികയാണെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ മൈക്കെടുത്ത് കാണികളോട് അവൾ നിശബ്ദമാകാൻ പറഞ്ഞു. ശേഷം ഞാൻ വിട്ടുവന്ന കമ്പെടുത്ത് കാണികളെ അഭിസംബോധന ചെയ്തു. ഇതേതാണ് പെൺകുട്ടിയെന്ന് ചിന്തിക്കുന്നവരുടെ മുന്നിൽ അപാര കൈവഴക്കത്തോടെ ഞാൻ തോറ്റുപോയ ഇനം അവൾ കാണിക്കുകയായിരുന്നു. ഒരു കോട്ടിന്റെ സഹായം പോലുമില്ലാതെ ആ ചുള്ളിക്കമ്പിൽ ഇലകളെയും പൂക്കളെയും കൊണ്ടുവന്ന അനിയത്തിയെ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കി നിന്നത്. കൈതട്ടാൻ പോലും മറന്ന നിലയിൽ ഞാൻ സ്തംഭിച്ചുപോയി. അനുഗ്രഹിച്ച് പറഞ്ഞയച്ച ഭാവത്തിൽ അബൂഭായിയും കൗതുകത്തോടെ ആയിഷയും ജയിച്ചെന്ന ആവേശത്തിൽ ചിരിക്കുകയായിരുന്നു. അന്ന്
പതിവിലും കൂടുതൽ പണം ഞങ്ങൾക്ക് കിട്ടി. പതുങ്ങിയിരുന്നാലും അവസരത്തിനൊത്ത് കുതിച്ചു ചാടാൻ പാകം കെൽപ്പുള്ളവളാണ് അനിയത്തിയെന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത്. അത്രയും കൗതുകത്തോടെ അവൾ ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സന്തോഷമെന്നോണം പരിശീലിക്കുന്നുമുണ്ടായിരുന്നു. ഒന്നും അറിയാതെ പോയതിലുള്ള ലജ്ജ അബൂഭായിയോട് പറഞ്ഞ് ഞാൻ കരഞ്ഞു. തോറ്റുപോയിട്ടും ജയിച്ചെന്ന് തോന്നിയ ആ നാൾ ഇന്നും ഞാൻ മറന്നിട്ടില്ല. പിറ്റേന്ന് പുലർന്നത് വലിയ ആരവത്തോടെയായിരുന്നു. ഞങ്ങളുടെ ടെന്റിനു ചുറ്റും ആൾക്കാർ നിറഞ്ഞു. മായാജാലക്കാരിയായ എന്റെ അനിയത്തിയെ ലോകം ഏറ്റെടുത്തുപോലും. വരും നാളുകളിലെല്ലാം പ്രശസ്തരായ പലരും അവളോടൊപ്പം ചിത്രമെടുക്കാൻ ഞങ്ങളെ തേടി വന്നു. അവരിൽ എത്രയോ രാജ്യങ്ങളിൽ ജാലവിദ്യ കാട്ടി പ്രതിഭ തെളിയിച്ച കാതറിൻ മൈജെ എന്ന വിദേശ വനിതയും ഉണ്ടായിരുന്നു. തന്നോടൊപ്പം ഷോ ചെയ്യാൻ അനിയത്തിയെ ആ സ്ത്രീ ക്ഷണിച്ചു. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതം സ്വപ്നതുല്യമായ ഒരു മായാജാലം തന്നെയായിരുന്നു. Ladies and gentlemen, we are delighted to welcome our chief guest, the great magician Catherine Maija and her dearest student Amala from India. ചടങ്ങ് തുടങ്ങി. വെളുത്ത വസ്ത്രത്തിൽ ഒരു കറുത്ത സുന്ദരി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. വൈകാതെ കാതറിൻ മൈജയുടെ കൂടെ സ്റ്റേജിലേക്ക് വരുന്ന അമലയെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സമാനഭാവത്തിലായിരുന്നു അബൂബായിയും. തൻ്റെ വിജയമാണെന്ന തെളിച്ചത്തോടെയുള്ള ആയിഷയുടെ സന്തോഷമായിരുന്നു കാണേണ്ടത്. മുന്നിലെ വലിയ സ്ക്രീനിൽ തെളിഞ്ഞ അനിയത്തിയുടെ കണ്ണുകളിൽ ഞങ്ങളുമുണ്ടെന്നത് വ്യക്തമാണ്. അല്ലായിരുന്നുവെങ്കിൽ ആ ചെറുമിഴികൾ അങ്ങനെ നിറഞ്ഞിരിക്കില്ലല്ലോ. രോനാമത് ബേട്ടി, കരയല്ലേ മോളെയെന്ന് അമലയോടെന്ന പോലെ ടിവിയിലേക്ക് നോക്കി അബൂബായി പറഞ്ഞു. അത് കേട്ടതിന് ശേഷം ചുറ്റുമുള്ള യാതൊന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം മൂടാൻ പാകം സുഖമെന്ന കണ്ണീരിന്റെ കൺകെട്ടായിരുന്നു ആ നിമിഷങ്ങളിലെ എന്റെ കണ്ണുകളിൽ. ശ്രീജിത്ത് ഇരവിൽ എഴുതിയ കൺകെട്ട് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി ഷാജി കരിയിൽ